ദശരഥൻ ചോദിക്കുന്നുണ്ട്, ഭരതനെ രാജാവാക്കണമെന്നുണ്ടെങ്കിൽ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ സമൂഹത്തിലും വളരെയധികം പ്രസക്തമാണ്. കാരണം നമ്മുടെ ഒരു കുടുംബത്തിലൊരു വീട് സങ്കല്പിക്കുക. അവിടെ 2 കുട്ടികളുണ്ടെങ്കിൽ അതിൽ മൂത്ത കുട്ടി ഒരു അച്ചീവ്മെന്റുമായിട്ട് കടന്നു വരുന്നു, ഒരു അംഗീകാരമായിട്ട് കടന്നു വരുന്ന സമയത്ത് ഇളയ കുട്ടി കളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, കണ്ടു പഠിക്ക് എന്ന് പറയാറുണ്ട്. ഈ സമയത്ത് അവന്റെ മനസ്സിലും പോകുന്നതാണ്, ആ ചേട്ടനെ നല്ലത് പറയണമെങ്കിൽ എന്നെ അതിന് കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? സംസ്കാരം എന്ന വാക്ക് നമ്മൾ എല്ലാവരും ധാരാളമായി കേട്ടിട്ടുള്ളതാണ്. സം, കൃ, ഈ ശബ്ദങ്ങളിൽ നിന്നുണ്ടായതാണല്ലോ. അപ്പൊ സം എന്ന് പറയുമ്പോൾ നന്നായി, കൃ എന്നാൽ ചെയ്യുക. അപ്പൊ നന്നായി ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സംസ്കരിച്ചെടുക്കുക, കൂടുതൽ നന്നാക്കിയെടുക്കുക. ഇതിൽ നിന്നാണ് ആ ഒരു വാക്ക് ഉദ്ഭവിച്ചിട്ടുള്ളത്. പിന്നീട് അതിന്റെ വേർഡ് റൂട്ട് അല്ലെങ്കിൽ അതിന്റെ തനതായ അർത്ഥം അതാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരു വ്യക്തിയുടെ വികസനം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ കല, സാഹിത്യം, ഭാഷ, പാരമ്പര്യം, ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ആകെ തുകയായി സംസ്കാരം മാറി.